പല ഭാഗത്തുനിന്നും സമസ്ത പ്രവർത്തകർക്കെതിരെയൊക്കെ പല ഭീഷണികളൊക്കെ ഉണ്ട്. പ്രതികാര നടപടികളുണ്ടാവും. തെരഞ്ഞെടുപ്പിൽ പിന്നെ ലീഗിനെതിരെ തിരിഞ്ഞു എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണിയും മുഴക്കില്ല. സമസ്ത പ്രവർത്തകരെ എതിരിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. അവരെന്ത് ബുദ്ധിമുട്ടാക്കാൻ? ഇതിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സമസ്തയുടെ നേതാക്കൾ തന്നെ കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഉമർ ഫൈസും ഒക്കെ ആണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു. അത് ഇതിപ്പോ അയാളോട് ചോദിക്കേണ്ടതാണ്. അയാൾ എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അയാൾ പറഞ്ഞു പോലുള്ള നേതാക്കള് ഉമർ ഫൈസി മുക്കുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ചപ്പോ ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിഞ്ഞില്ലേ? കൂടിക്കാഴ്ചപ്പോ കാണുമ്പോഴേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരായിട്ടും കൂടിക്കാഴ്ച വളരെ മതസൗഹാർദ്ദം